ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുസഭ വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിലെ യേശുവിൻ്റെ ഒരു വാക്ക് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചത് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആര് എന്നായിരുന്നു. എന്നാൽ യേശു അവരുടെ ചോദ്യത്തിന് ഒരു വലിയ പദവിയുടെയോ അധികാരത്തിൻ്റെയോ പേര് പറഞ്ഞില്ല. പകരം ഒരു ശിശുവിനെ അവരുടെ നടുവിൽ നിർത്തി. അതിലൂടെ യേശു പഠിപ്പിച്ചത് വളരെ ലളിതമായ ഒരു സത്യമാണ്. ദൈവത്തിന് മുമ്പിൽ വലിയവനാകാനുള്ള വഴി ചെറുതാകലാണ്. നമ്മുടെ ലോകത്തിൻ്റെ ചിന്ത ഇതിന് വിപരീതമാണ്. കൂടുതൽ അധികാരം, കൂടുതൽ സമ്പത്ത്, കൂടുതൽ അംഗീകാരം, കൂടുതൽ പ്രശസ്തി, ഇവയിലൂടെയാണ് മനുഷ്യൻ വലിയവനാകാൻ ശ്രമിക്കുന്നത്. എന്നാൽ യേശു പറയുന്നത്, നിന്റെ ഹൃദയത്തിൽ നീ എത്രമാത്രം താഴ്മയുള്ളവനാണ്. ഒരു ചെറിയ കുട്ടി മാതാപിതാക്കളിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നത് പോലെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഹൃദയമാണ് യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ വചനത്തിൻ്റെ മനോഹരമായ സാക്ഷ്യമാണ് വിശുദ്ധ ക്ലാര. സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച ക്ലാരയ്ക്ക് ലോകം നൽകുന്ന സൗകര്യങ്ങളും സമ്പത്തും സ്ഥാനവും സ്വീകരിച്ച് ജീവിക്കാമായിരുന്നു. എന്നാൽ അവൾ അതെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തു. ലോകത്തിൻ്റെ കാഴ്ചയിൽ അവൾ കൂടുതൽ നേടുന്നതിന് പകരം കുറച്ച് സ്വന്തമാക്കി. സമ്പത്ത് കുറച്ചു, സൗകര്യങ്ങൾ കുറച്ചു, ലോകമാന്യത കുറച്ചു. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ അവൾ കൂടുതൽ വലിയവളായി. കാരണം അവളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ ക്രിസ്തു ആയിരുന്നു. വിശുദ്ധ ക്ലാരയുടെ ജീവിതം നമ്മോട് പറയുന്നത് ഇതാണ്. ദൈവത്തെ സ്വന്തമാക്കാൻ ചിലപ്പോൾ നാം പലതും ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. കൈകൾ നിറയെ ലോകത്തിൻ്റെ കാര്യങ്ങൾ പിടിച്ചു നിൽക്കുന്ന ഒരാൾക്ക് ദൈവത്തെ പൂർണ്ണമായി സ്വീകരിക്കുവാൻ കഴിയില്ല. എന്നാൽ ഹൃദയം ശൂന്യമാക്കി ദൈവത്തിനു മുമ്പിൽ നിൽക്കുന്നവരിൽ ദൈവം തൻ്റെ കൃപ നിറയ്ക്കുന്നു. ഇന്ന് യേശു നമ്മോടും ചോദിക്കുന്നു, നിനക്ക് വലിയവൻ ആകണമോ? എങ്കിൽ മറ്റുള്ളവരെക്കാൾ ഉയരാൻ ശ്രമിക്കേണ്ട, മറ്റുള്ളവരെ ഉയർത്താൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം തെളിയിക്കാൻ ശ്രമിക്കേണ്ട, ദൈവത്തിന് മുമ്പിൽ സത്യസന്ധനായിരിക്കുക. അംഗീകാരം നേടുന്നതിന് പകരം സേവനം ചെയ്യുക. കാരണം ദൈവരാജ്യത്തിൽ യഥാർത്ഥ മഹത്വം അധികാരത്തിലല്ല, വിനയത്തിലാണ്. സ്വന്തമാക്കുന്നതിലല്ല, സമർപ്പിക്കുന്നതിലാണ്. മറ്റുള്ളവരെക്കാൾ ഉയരുന്നതിലല്ല, മറ്റുള്ളവരെ ഉയർത്തുന്നതിലാണ്. ഇതുകൊണ്ടാണ് യേശു തുടർന്ന് നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമ പറയുന്നത്. 99 ആടുകളെ വിട്ടിട്ട് ഒരു നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിക്കുന്ന ഇടയനെ നാം ഇവിടെ കാണുന്നു. ലോകത്തിൻ്റെ കണക്കിൽ ഒരു ആട് മാത്രമാണ്. പക്ഷേ ദൈവത്തിൻ്റെ കണക്കിൽ ഒരാളും ചെറുതല്ല. വിശുദ്ധ ക്ലാരയുടെ ജീവിതവും നമ്മെ പഠിപ്പിച്ചത് തന്നെയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഓരോ മനുഷ്യനും വിലപ്പെട്ടവനാണ്. അതിനാൽ വിശുദ്ധ ക്ലാരയുടെ തിരുനാളിൽ നമുക്കും ഇപ്രകാരം ഒരു തീരുമാനമെടുക്കാം. ഞാൻ വലിയവനാകാൻ ശ്രമിക്കുന്നതിനേക്കാൾ ദൈവത്തിന് മുമ്പിൽ ചെറുതാകാൻ ശ്രമിക്കും. നമ്മുടെ അഹങ്കാരം കുറച്ച് വിനയം വളർത്തി, സ്വാർത്ഥത കുറച്ച് സേവന മനോഭാവം വളർത്തി, എൻ്റെ ഞാനെന്ന ഭാവം മാറ്റി ഞാൻ ചെറുതാകട്ടെ, എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു വലിയവനാകട്ടെ എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അതിനുള്ള കൃപാവരങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.